ഉയർപ്പ് കാലം 6-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുത്രന്റെ അധികാരം. യോഹന്നാൻ 5-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു സാബത്ത് നാളിൽ ബെത്സയിദായിലെ തളർവാത രോഗിക്ക് രോഗസൗഖ്യം നൽകുന്ന ഭാഗം വിവരിച്ചുകൊണ്ടാണ്. അവന്റെ ഈ പ്രവൃത്തിയെ യഹൂദർ ചോദ്യം ചെയ്യുമ്പോൾ യേശു പറയുന്ന ഉത്തരം, പിതാവ് എപ്രകാരം എപ്പോഴും പ്രവർത്തനനിരതനായിരിക്കുന്നുവോ അപ്രകാരം തന്നെ ഞാനും പ്രവർത്തനനിരതനാണ് എന്നാണ്. 2 ദൈവനിഷേധങ്ങൾ ഒരുമിച്ച് നടത്തിയ അവനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചിച്ചു. അപ്പോഴാണ് യേശു പുത്രന്റെ അധികാരത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട പ്രബോധനം നൽകുന്നത്. താൻ ദൈവമാണ് എന്ന് യേശു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം അവൻ പുത്രനെ കാണിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. വിധിക്കാനുള്ള പിതാവിന്റെ അധികാരം മുഴുവനായി അവൻ പുത്രന് നൽകിയിരിക്കുന്നു. പിതാവിന് ലഭിക്കേണ്ട ആദരവ് പുത്രനും ലഭിക്കേണ്ടതിനായിട്ടാണ് ഇത്. പിതാവും താനും ഒന്നാണെന്നും അതിനാൽ താൻ ദൈവമാണെന്നും ഉള്ളതിന്റെ ലോകത്തോടുള്ള സംശയരഹിതമായ പ്രഘോഷണമാണിത്. താൻ പിതാവിനാൽ ഐക്യപ്പെട്ടവനായതുകൊണ്ട് യേശുവിന്റെ വചനം കേൾക്കുന്നവരാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ. ദൈവവിശ്വാസമുള്ളവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പിതാവിനും അതിനാൽ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളതിനാൽ അവനിൽ വിശ്വസിക്കുന്നവർക്കും അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. അവർക്ക് ശിക്ഷാവിധിക്ക് വിധേയരാകുന്നില്ല. കല്ലറകൾക്ക് അവരെ തടഞ്ഞു വെക്കാനാകുന്നുമില്ല. പാപത്തിന്റെ ചായ്വുള്ള ശരീരത്തോടെ ജനിക്കുകയും എന്നാൽ തന്റെ ആത്മബലിയിലൂടെ പിതാവിന് പ്രീതികരമായ ബലിയാവുകയും നമ്മെ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തെ അവൻ കുരിശിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇത് ജഡികാഭിലാഷങ്ങൾക്ക് വിധേയപ്പെടാതെ ആത്മീയാഭിലാഷങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ജഡികാഭിലാഷത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനസ്സിന്റെ ഉടമയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മാതൃശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. റോമ 8:11. അന്ത്യദിനത്തിൽ അവൻ വരുമ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. അന്ത്യദിനത്തിലെ ശിക്ഷാവിധി നാളിൽ 2 ഉപാധികൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നെങ്കിൽ രക്ഷയുടെ ഉയർപ്പ്, അല്ലെങ്കിൽ ശിക്ഷയുടെ ഉയർപ്പ്. ഒന്നെങ്കിൽ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ. ഇടനിലയില്ല എന്ന് ചുരുക്കം. നിന്റെ ജീവിതം സമ്പൂർണമായി നന്മയുടെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്ന വിധി ശിക്ഷയുടേതാണെന്ന